യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വൈദ്യപരിശോധന പൂർത്തിയായി. ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് മെഡിക്കൽ റിപ്പോർട്ട്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചാണ് വൈദ്യപരിശോധന നടത്തിയത്. വഞ്ചിയൂർ കോടതി അല്പസമയത്തിനകം ജാമ്യാപേക്ഷയിൽ വിധി പറയും. ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട്. ചന്തു, 2 വട്ടം വൈദ്യപരിശോധന നടത്തി അതിനുശേഷം വീണ്ടും കോടതിയിലേക്ക് എപ്പോഴായിരിക്കും വിധി വരിക? രജനി, അല്പസമയത്തിനകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിധി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പുറപ്പെടുവിക്കും. ഇപ്പോൾ ജഡ്ജി ചേംബറിലെത്തി ഈ വിധി പകർപ്പ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ 2 പ്രാവശ്യം വൈദ്യപരിശോധന പൂർത്തിയാക്കിയിരിക്കുന്നു. ഈ അടുത്തിടെ ഒന്നും കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ കേരളത്തിലെ ഒരു സമരത്തിന്റെ ഭാഗമായി ഒരു രാഷ്ട്രീയ നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നു. രാവിലെ അറസ്റ്റ് ചെയ്തതിനു ശേഷം നാടകീയമായ സംഭവങ്ങൾക്കൊടുവിൽ കോടതിയിൽ ഹാജരാക്കുന്നു. തുടർന്ന് ഇത്തരത്തിലുള്ള വാദങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ കോടതി നിർണായകമായ വിധി പുറപ്പെടുവിക്കാൻ പോകുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കുമോ അതോ റിമാൻഡിലാകുമോ എന്ന കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ തീരുമാനമുണ്ടാകും. നേരത്തെ കോടതിയിൽ പ്രോസിക്യൂഷൻ വാദിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് അനിവാര്യമാണ്, അതായത് കസ്റ്റഡിയിൽ വാങ്ങേണ്ടത് അനിവാര്യമാണ്. നേരത്തെ റിമാൻഡ് റിപ്പോർട്ടിൽ അടക്കം പറഞ്ഞതുപോലെ ഈ ഒരു അക്രമ സംഭവത്തിന് നേതൃത്വം നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആണ്. സ്ത്രീകളെ മുന്നിൽ നിർത്തി ഇത്തരത്തിൽ പട്ടിക ഉപയോഗിച്ച് പോലീസിനെ അടക്കം ആക്രമിക്കുന്നതിനും പൊതുമുതൽ നശിപ്പിക്കുന്നതിനും ഒക്കെ ശ്രമിച്ചു എന്ന റിമാൻഡ് റിപ്പോർട്ടുണ്ട്. ഇത് കോടതിയിൽ ആവർത്തിച്ചു. അതുകൊണ്ട് തന്നെ ഈ ജാമ്യം നൽകരുത് എന്ന ഒരു ആവശ്യമാണ് പ്രധാനമായും പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇത്തരത്തിൽ അക്രമ സംഭവങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടില്ല, സമര ആഹ്വാനം മാത്രമാണ് നടത്തിയതെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കിയിരുന്നത്. അതുകൊണ്ട് സമരത്തിന് ആഹ്വാനം നൽകിയതല്ലാതെ ഇത്തരത്തിൽ അക്രമ സംഭവത്തിൽ നേരിട്ട് പങ്കെടുത്തതായി ഈ ദൃശ്യങ്ങളിൽ പോലും ഇല്ല എന്ന ഒരു കാര്യമാണ് പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. കൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അഭിഭാഷകൻ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, രാഹുൽ മാങ്കൂട്ടത്തിന് ഈ സംഘർഷത്തിൽ തലയ്ക്ക് ക്ഷതമേറ്റിരുന്നു, രക്തം കട്ട പിടിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം കോടതിയിൽ അറിയിച്ചിരുന്നു. എന്നാൽ പിന്നെ വീണ്ടും വൈദ്യപരിശോധന നടത്താം. രാവിലെ അറസ്റ്റ് ചെയ്ത സമയത്ത് വൈദ്യപരിശോധന നടത്തിയിരുന്നു. അതിനുശേഷം വീണ്ടും വൈദ്യപരിശോധന നടത്താമെന്ന് കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും കോടതിയിൽ നിന്നും വൈകിട്ടോടുകൂടി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തിയത്. വൈദ്യപരിശോധന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ജാമ്യം ലഭിക്കുക എന്ന കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. സ്വാഭാവികമായും ഈ വൈദ്യപരിശോധനയിൽ വന്ന റിപ്പോർട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ക്ലിനിക്കലി ഫിറ്റാണ് എന്നാണ്. സ്വാഭാവികമായും ക്ലിനിക്കലി ഫിറ്റായ ഒരാൾക്ക് ജാമ്യം നൽകുന്ന കാര്യം കോടതി അത് ജാമ്യം ലഭിക്കാതിരിക്കാനാണ് സാധ്യത. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ശാരീരികമായി മറ്റ് പ്രശ്നങ്ങൾ ഇല്ലെങ്കിലും നേരത്തെ തന്നെ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ശാരീരിക അവശത അനുഭവിക്കുന്നു. ന്യൂറോ സംബന്ധമായ നിരവധി മരുന്നുകൾ നേരത്തെ കിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന സമയത്ത് തന്നെ കഴിക്കുന്നു തുടങ്ങിയ വാദങ്ങളാണ് പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ ഇപ്പോൾ കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ മെഡിക്കൽ റിപ്പോർട്ടും ഈ വാദ പ്രതിവാദങ്ങളും വെച്ചുകൊണ്ടായിരിക്കും അല്പസമയത്തിനകം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കുമോ ഇല്ലേ, ജാമ്യം നൽകുമോ ഇല്ലേ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. എന്തായാലും ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്തുപോകാം. അതല്ലാത്ത പക്ഷം പൂജപ്പുര ജയിലിലേക്കായിരിക്കും, സബ് ജയിലിലേക്കായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് മാറ്റുക. അല്പസമയത്തിനകം തന്നെ അക്കാര്യത്തിൽ ഒരു തീരുമാനം കോടതിയിൽ നിന്നും ഉണ്ടാകും. ശരി, ഏതായാലും രാഹുൽ മാങ്കൂട്ടം ഇനി ജയിലിലേക്കാണോ അതോ പുറത്തേക്കാണോ എന്നുള്ള കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ തീരുമാനമുണ്ടാവും. വഞ്ചിയൂർ കോടതി ജാമ്യാപേക്ഷയിൽ വിധി ഉടൻ പറയും. ചന്തുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.